ചോദ്യം ചോദിച്ചിട്ട്, ആരാണ് ശരിക്കും മതവർഗീയത ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരാണ് കൂടുതൽ തമ്മിലടിപ്പിക്കുന്നത്? എല്ലാവരും ഉണ്ട്. അതെല്ലാം ഇപ്പൊ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്യണം. ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ മതങ്ങളെ വെച്ച് തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. മനസ്സിലായി? രാഷ്ട്രീയം വരുമ്പോഴാണ് കൂടുതൽ മതങ്ങൾ രാഷ്ട്രീയമാണ്. ഇപ്പം മതം പക്ക ബിസിനസ് ആണല്ലോ രാഷ്ട്രീയം. അതായത് മതവും ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. മതം ഇപ്പൊ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. പക്ഷെ അതിലും ഇപ്പൊ എത്രയോ കള്ള പാസ്റ്റർമാര് ക്രിസ്ത്യാനി ഇപ്പൊ ട്രാൻസിൽ കാണിച്ച പോലെ എത്രയോ കള്ള പാസ്റ്റർമാര് ഫണ്ട് ഉണ്ടാക്കി അവര് ചെയ്യുന്നു. ഈ ക്രിസ്ത്യാനിറ്റിയിൽ എല്ലാത്തിലും ഉണ്ട്. അതാ പറഞ്ഞ എല്ലാത്തിലും എന്താ പറയാ. വേടം പോലും നല്ല ശോഷിക്കപ്പെട്ട ആളാണ്. പക്ഷെ പുള്ളിക്ക് പൊളിറ്റിക്സിന്റെ ആവശ്യമില്ല. പൊളിറ്റിക്സ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, മോഹൻലാൽ പറയുന്ന ആൾക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ല. പുള്ളി ഏത് ഇഷ്യൂ എടുക്കണോ, അല്ല ഞാൻ പറയും, പുള്ളിക്ക് ഏത് ഇഷ്യൂ എടുക്കണോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പുള്ളിക്ക് ഏത് പാർട്ടിയുടെ റോളെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ കക്ഷി രാഷ്ട്രീയം ഇല്ല, നിഷ്പക്ഷമായിട്ട് പറയണം. ഇപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം എവിടെ ഒരു ലഹരി ഉപയോഗം വന്നാലും അത് സിനിമാക്കാർക്ക് നേരെ വരുന്നത്, ശരിയല്ലേ? എല്ലാ സിനിമയിൽ നിന്ന് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ കലാകാരന്മാർക്കുള്ള 3 സ്റ്റിമുലേഷനാണ്. പിന്നാള് പൃഥ്വിരാജ് പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല. ഡ്രഗ്സ്, ആൾക്കഹോൾ, സെക്സ്, ഈ 3 കാര്യം കലാകാരന്മാർക്ക് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ സിനിമാക്കാരുടെ തലയിലേക്കാണല്ലോ വരുന്നത്. സിനിമാക്കാരിറക്കി ഫോട്ടോ വെച്ച് ഗ്യാങ്ങിന് ശരിക്കും സംശയം ചോദിച്ചോട്ടെ, ഇത് സിനിമാക്കാരാണോ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ സിനിമാക്കാർ ക്രിയേറ്റീവ് ആണ്? അല്ല, ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ലഹരി മാഫിയനെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഇവിടെ ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അണ്ണനെ ലഹരി കഞ്ചാവ് അടിച്ചതിന് പിടിച്ചു, കഞ്ചാവ് കയ്യിൽ നിന്ന് ഇത്ര ഗ്രാമം പിടിച്ചു. അണ്ണനെ വെച്ചിട്ട് അണ്ണൻ ആര് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവനാ തന്നത്, അവനെ പിടിക്കാം. അവൻ ആര് കൊടുത്തു? ഇങ്ങനെ പിടിച്ച് ഇത് ഉന്മൂലനം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ പോരായ്മ ഞാൻ പറയത്തുള്ളൂ. എല്ലാം സിനിമാക്കാരാണ്. ഞാൻ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാരും സിനിമാക്കാർ ലഹരി ഉപയോഗിക്കുന്നു. ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഗ്യാങ്ങിന് ഡ്രഗ്സ് ഉണ്ടെന്ന് ശ്രീനിവാസൻ പറഞ്ഞ കട്ടാണ്. അത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ്, ആൽക്കഹോൾ, സെക്സ്, ഈ 3 കാര്യം വരുന്നത്. പിന്നെ സിനിമ ഫീൽഡ് 4 ചതിയുള്ളത് ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ 4 കാര്യമാണ് സിനിമ ഫീൽഡിലുള്ളത്. ഇത് 3 പൃഥ്വിരാജ് പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല. ലഹരിയുടെ ആവശ്യമില്ലല്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പുള്ളി പറഞ്ഞ ഒരാൾ പോലും കവിത എഴുതിയിട്ടില്ല. ഞാൻ പറ്റി ഇപ്പൊ ഈ വയലാർ രാമവർമ്മ ലിറിക്സ് ചെയ്യുന്ന ആള്, അയാൾക്ക് കള്ളു കുടിച്ചിട്ടാണ് അയാൾ ലിറിക്സ് ചെയ്യുന്നത്. തകഴിക്ക് നോവൽ ഏതെങ്കിലും ആൽക്കഹോൾ വേണം. പിന്നെ ഷെർലോക്ക് ഹോംസിന് അയാൾക്ക് ബുക്ക് ചെയ്യുന്ന ഡ്രഗ്സ് വേണം. അതൊരു ഫാക്ടർ തന്നെയാണ്. ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഫാക്ടർ തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം ചെയ്യണമില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ ചെയ്തതുകൊണ്ട്. പക്ഷെ ഇതൊരു ഫാക്ടറാണ്. കാരണം സയന്റിഫിക്കലി പ്രൂവ്ഡ് തന്നെയാണ്. പല ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, അവര് ക്രിയേറ്റീവിന് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇമാജിനേഷൻ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യും. അത് ശരിയാവാം. ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴാണ് ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ റിയാലിറ്റിയും ഡിവിയേറ്റ് ചെയ്ത് അവര് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ശാസ്ത്രീയമായി പ്രൂവ്ഡാണോ? എനിക്ക് എഴുതണമെങ്കിൽ സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. അത് സയന്റിഫിക്കലി ഒന്നുമല്ല. ഞാൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞോ? ഇപ്പം വയലാർ വന്ന് പറഞ്ഞോ, ഞാനേ 2 പെഗ് അടിച്ചിട്ടാണ്. തകഴി ഉണ്ടല്ലോ, തകഴിക്ക് കള്ളു പിടിക്കാതെ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടോ? അത് പുള്ളി പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലത്തിലേക്ക് പോകണമെങ്കിൽ, ആ റിയാലിറ്റിയും ഡിവേറ്റ് ചെയ്ത് ഫാന്റസിയിലേക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ഒരു സ്റ്റിമുലേറ്റീവ് ഫാക്ടർ ആണെന്ന് ശാസ്ത്രീയമായി ചിലണ്ട. പക്ഷെ അത് അമിതമാകുമ്പോഴാണ് പ്രശ്നം. ചിലർക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവര് ഇതൊക്കെ ശീലമായവരാ. അല്ല ഇതിനു വേണ്ടി ഇത് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിക്കുന്നതല്ല. ഇവർ ചിലപ്പം ഏതെങ്കിലും സമയത്ത് അവരുടെ ശീലം ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് ശാസ്ത്രീയമായി പ്രൂവ്ഡ് ആണ്. ഇത് സ്റ്റിമുലേഷൻ ആണ്. കലാകാരന്മാർ പല ആൾക്കാരും അനുഭവത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ONVയുടെ നമ്മൾ ടോപ്പിക്കിൽ ഡിബേറ്റ് ചെയ്തു. ഇപ്പം ONV നിങ്ങൾ പറഞ്ഞു എന്താ പറയാ, പഴയ പാട്ടുകാരൊക്കെ എഴുതുന്ന കഞ്ചാടിച്ചിട്ട്. ഞാൻ പറഞ്ഞുതരാം. ONVയുടെ ഒരു പാട്ടുണ്ട്, അരികിൽ നീ ഉണ്ടായിരുന്നു. ഞാൻ മുഴുവൻ പറയട്ടെ. അതിന്റെ അകത്തൊരു വരിയുണ്ട്, രാത്രി മഴ പെയ്ത് തോർന്ന നേരം എന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. ആ വരി പുള്ളിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക് ഡയറക്ടർ രാജമാസ്റ്റർ ആരാണെന്ന് തോന്നുന്നു.
അദ്ദേഹം പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. വർഷങ്ങൾക്ക് ശേഷം ദേവരാജൻ ആരാ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് മറന്നുപോയി. അവര് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റത്തെ പാട്ട് കിട്ടിയില്ല. അപ്പം പബ്ലിക്കായിട്ട് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയും, ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അത് പേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു മഴ പെയ്തു. മഴ പെയ്തിട്ട് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നവിട്ടിരുന്ന് കരയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഇലയിൽ ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ എഴുതിയ ആ വരികളാണ് കാതരയായ ഒരു പക്ഷിയൻ ജാലകവാതിൽ വന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ, ഇതില്ലാതെയും ചെയ്യാം. ഇതൊരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റിമുലേഷൻ ഫാക്ടറാണിത്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്, ശീലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ചിലര് ഇത് ഇപ്പൊ ജോൺ അബ്രഹാം പറയുന്ന ആള് 24 hours കുടിക്കുന്ന ആളായ പഴയ മേക്കേഴ്സായ ആരാണ് അരവിന്ദൻ, ഇവരെല്ലാം അല്ലെങ്കിൽ ഇവരെല്ലാം അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മരിച്ചു പോയത്. ഇവരെല്ലാം ആൽക്കഹോൾ കുടിക്കാനും ഇതൊരു ഫാക്ടറാണ് മാത്രമേ പറയുന്നത്. കുടിച്ചിട്ട് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചിട്ട് ക്രിയേറ്റീവ് കിട്ടുന്നതിൽ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ അത് ചേട്ടൻ 10 ബുക്ക് എഴുതിയെന്ന് പറഞ്ഞു, കള്ളു കുടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഡ്രഗ്സ്? അല്ല, ഞാൻ ക്രിയേറ്റീവ് ബുക്ക് ചെയ്തേണ്ട എന്നോട് കൊള്ള. ഞാൻ പറഞ്ഞത് ഒരു ഫാക്ടറാണ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് മാത്രമേ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് മാത്രമേ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ഫാക്ടറാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ക്രിയേറ്റിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതില്ലാതെയും ചെയ്യാം. പക്ഷെ ഇതൊരു ഫാക്ടർ, വൺ ഓഫ് ദി കാരണമാണ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആൾക്കാർ പറയുന്നു ഇങ്ങനെ പണ്ടുള്ളവർ ഇങ്ങനെ വലിച്ചിട്ട് ചിന്തിച്ചിരുന്ന് എഴുതി. തന്നെയാണ് ഫോട്ടോജി. അവർ വളരെ ക്രിയേറ്റീവ് ആണ്. കാരണം ഇപ്പോൾ ഈ ട്രാഫിക്കും ഈ പുലിമുരുവിൻ്റെ ഇടയ്ക്ക് കുറേ നല്ല ഫിലിംസ് വന്നു. ഈ ഫോട്ടോജി ഗ്യാങ്, മട്ടാഞ്ചി ഗ്യാങ്ങിൻ്റെ കുറേ നല്ല മൂവീസ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിൽ ഇങ്ങനത്തെ ഈ സെക്സ് മറ്റെല്ലാം വന്നിട്ടുണ്ട്. കാരണം അവർ വളരെ ക്രിയേറ്റിവിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം പഴയ ഫിലിം മേക്കേഴ്സ് ഇവർ ഇഷ്ടമല്ല. കാരണം അവർ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്നില്ല. ഇവർ ന്യൂ ജനറേഷൻ പടം പറഞ്ഞ പല പടങ്ങളും ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അത് പഴയ കൺവെൻഷണൽ ഫിലിം മേക്കേഴ്സിന് പറ്റിയില്ല. ഇപ്പം ഞാൻ ട്രാഫിക് പുലിമുരുവിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് പടം വന്നിട്ടുണ്ട്. അതെല്ലാം ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആയി. അത് പഴയ കൺവെൻഷണൽ ഫിലിം മേക്കേഴ്സിന് പറ്റില്ലേ. പുലിമുരുവിന് ശേഷമാണ് ആ ട്രെൻഡ് മാറിയത്. അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത്. ആണ് അവർ നല്ലൊരു ഗ്യാങ് ആയിരുന്നു, വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. അവർ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് തിങ്കിങ് ആയി. പക്ഷെ അതിനുശേഷം ഒരുപാട് പടങ്ങൾ വന്നു. ശ്രീനിവാസൻ മോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ ശ്രീവാൻ തമ്പി ലിറിക്സ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു ബാഡ് പറ്റും ഇല്ലാത്ത ആളാണ്. ഇത് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞത്, ആൾക്കാർ പറയുന്നത് അവരുടെ ശീലമല്ല, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അത് തകഴി പോലെ ആൾക്കാർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സിനിമാ ഫീൽഡിൽ മാത്രം ഇത് ഇത്രയും കൂടുന്നു? കള്ള് പെണ്ണ അവിടാണ് ചേട്ടന് തെറ്റിയത്. സിനിമാ ഫീൽഡിൽ എന്തുകൊണ്ട് കൂടുന്നു? ആരാ പറഞ്ഞ സിനിമാ ഫീൽഡിൽ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് പറഞ്ഞു? അല്ല, അവിടെ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അത്ര വേറെ കേസുണ്ട്. കേരളത്തിലെ ജില്ല എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് മാഫിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവിടാണ്. ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം പല ജില്ലയിൽ നിന്നും വന്നിട്ട് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അടക്കമുള്ള ആൾക്കാരാണ്. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. ഇവിടെ പല സ്ഥലത്തു നിന്നും പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇവിടുന്ന് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പേര് മൊത്തം എറണാകുളം ജില്ല. ഇവിടുത്തെ 2K കിഡ്സ് ഡ്രഗ്സ് കൂടുതൽ ഉപയോഗിക്കുന്നു. 2K കിഡ്സ് എന്ന് അങ്ങനെ 2K കിഡ്സിന് അതിശാവേശിക്കല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഇത് 2K കിഡ്സ് ആണ് ഉണ്ടാക്കുന്നത് ഈ സാധനം. അല്ല, അവരാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ചൂടാവില്ല. 2K കിഡ്സ് ഇതിനു മുമ്പ് ലഹരി ഉപയോഗിച്ച് കഞ്ചാവ് ആരും. അല്ല, എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ട്. കഞ്ചാവ് വലിച്ചിട്ടില്ല ഇതിനു മുമ്പ് ആൾക്കാര്. കഞ്ചാവിന് ഒരു അത്ര മോശമായ കാര്യമൊന്നുമല്ല, ഒരു മെഡിക്കൽ യൂസിലുള്ള സംഭവമാണ്. 2K കിഡ്സ് ഉപയോഗിക്കുന്ന 2K കിഡ്സ്. ഞാനൊരു കേസ് പറയട്ടെ. ഞാൻ ഈ കഞ്ചാവൊന്നും വലിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ എന്റെ കാലഘട്ടത്തിൽ, അതായത് പോലും ഡ്രഗ്സ് ഉപയോഗിച്ച ആളാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു 2010 മുതൽ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. എനിക്കൊന്ന് 11 വയസ്സേ ഉള്ളൂ. അന്ന് ഒരു 12-13 വയസ്സുള്ളപ്പോൾ ഞാൻ എന്റെ ജംഗ്ഷനിൽ നിന്ന് സിഗരറ്റ് വലിക്കുമായിരുന്നു. എന്റെ നാട്ടിൽ എന്ന് ചോദിച്ചാൽ അറിയാം. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും എന്തുകൊണ്ട് അധികം ആൾക്കാരിലേക്ക് ചെന്നിട്ടില്ല. അന്നും കഞ്ചാവ് പിടിച്ച ആൾക്കാരുണ്ട്, കഞ്ചാവ്. ഞാൻ പറയട്ടെ, ഇതെല്ലാം സെൽഫ് കൺട്രോളിൽ ആൾക്കാർ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ മോഹൻലാൽ പറയുന്ന ആള് മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളി മദ്യപിച്ചിട്ട് വഴിയിൽ കിടക്കുക അങ്ങനത്തെ ചെയ്തിട്ടില്ല. പുള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മദ്യം അല്ല കൺട്രോളിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 2%, 3%. അവരെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ ഉപയോഗിച്ച പ്രശ്നമാണ്.
അങ്ങനെ ഉണ്ടോ? കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഫോറിനേഴ്സ് കള്ളു കുടിക്കും, അവർ വഴിയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങോ ഒന്നും ചെയ്യുന്നില്ല. അത് ലിമിറ്റ് ചെയ്താൽ ഓടിക്കണം, ലിമിറ്റ് ചെയ്താൽ ഉപയോഗിക്കണം. അതേപോലെ കൺട്രോൾ ചേട്ടൻ ഒരു കാര്യത്തിൽ ലിമിറ്റ് ഉണ്ടോ? ലഹരിയല്ല അല്ലാത്തത് ഞാൻ എന്റെ കാര്യമില്ല പറഞ്ഞത്. ചെയ്ത്താന്ന് പറയുന്ന ആൾക്കാർ എന്റെ കൂട്ടുകാരനെ ചെയ്ത്താന്ന് പറയുന്ന ആള് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഞാനൊരു കേസ് പറയട്ടെ, അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും, മനസ്സിലായോ? അതാ പറഞ്ഞത്, സ്വഭാവമാണ്. എല്ലാവർക്കും സെൽഫ് കൺട്രോൾ കിട്ടില്ല. അവർക്ക് ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞു എല്ലാവർക്കും സെൽഫ് കൺട്രോൾ ഇല്ല. ഈ കള്ളു കുടിക്കുന്ന ചില സാധനങ്ങൾ MH ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, MH വൈറ്റമിൻ ചീഫ് ഒക്കെ 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഈ സാധനം പതിയെ കൊട്ടുപടി. അതാ പറഞ്ഞത്, അതാ പറയുന്നത്. ചെയ്ത്താൻ പറയുന്ന ആൾ എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് പല ഡ്രഗ്സ് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാ. പക്ഷെ അതൊന്നും ഒരു കൺട്രോൾ വിട്ട് പോയിട്ടില്ല. പുള്ളിയുടെ കൂടെ ഡ്രഗ്സ് ഉപയോഗിച്ച് പല ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. പുള്ളി ഇപ്പം കാരണം പുള്ളിക്കാർ കൺട്രോളിൽ ഉപയോഗിക്കാൻ അറിയാം. നമ്മൾ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്തു. നമ്മളെ ഇന്ത്യ റെസ്ട്രിക്ഷൻ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്തു. കാരണം എല്ലാ സിനിമയിലും കൂടെ ജാതീയരാണ്. ലഹരിയെ കുറിച്ച് ലഹരിയും ഇന്ത്യ രാഷ്ട്രീയ എന്താ ബന്ധം? ലഹരി ഇന്ത്യൻ രാഷ്ട്രീയ ഞാനൊരു കേസ് എല്ലാം 2K കിഡ്സിനെ എല്ലാരും 2K ഞാൻ 2K അവർക്ക് പോസിറ്റീവ് 2K കിഡ്സ് പല പോസിറ്റീവ് ഉണ്ട്. നമ്മൾ ടോപ്പിക്കിൽ ഡിവിയേറ്റ് ചെയ്യുന്നു, നമ്മള് രാഷ്ട്രീയത്തിലേക്ക് വരുവാ.